ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. ഏകദേശം പണിയൊന്നുമില്ല, രാവിലത്തെ കാപ്പിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ. എനിക്ക് വിശപ്പായി തുടങ്ങി. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, രാവിലെ കുളിച്ചതൊന്നുമില്ല കേട്ടോ. ഈ തണുപ്പത്തൊക്കെ ആരാ കുളിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല കേട്ടോ. വെയിലൊക്കെ ഒന്ന് ഇതായി കഴിഞ്ഞ് ഞാൻ കുളിക്കത്തുള്ളൂ. ഇപ്പോൾ പണിയെല്ലാം ഇപ്പോൾ ഈ തണുപ്പ് തുടങ്ങിയ പിന്നെ ജോലിയെല്ലാം ഒതുക്കി വെച്ചു. എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് കുളിക്കും കേട്ടോ. അങ്ങനെ ഇപ്പോൾ രാവിലെ കുളി ഭയങ്കര പാടാണ്. ഈ ഒരു മാസം അടുത്ത ഫെബ്രുവരിയൊക്കെ ഒന്ന് കഴിയണം നമ്മൾ രാവിലെ കുളിയൊക്കെ തുടങ്ങാൻ. പിന്നെ ഡെയിലി രാവിലെ കുളിച്ചിട്ടേ ഞാൻ അടുക്കളയിൽ കയറുമെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. എനിക്ക് പല ദിവസം പല തോന്നുന്നത് പോലൊക്കെയാണ്. എന്താ പറയുന്നത്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ രാവിലെ നമ്മൾ കഴിക്കാൻ ദോശ ഉണ്ടാക്കി കേട്ടോ. ദോശ ഉണ്ടാക്കി. അപ്പം ഞാനേ ഭയങ്കര വെട്ടമല്ലേ. ഞാൻ രാവിലത്തെ ചായയും ദോശയൊക്കെ പരിപാടി കഴിഞ്ഞു. ദോശ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഓർത്തേ ഞാനൊന്നും കഴിച്ചില്ല, എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഒരു കഷ്ണം കപ്പ ഇരിപ്പുണ്ട്. ഞാൻ ഓർത്ത് രാവിലെ കപ്പ പുഴുങ്ങി മുളക് ചമ്മന്തി പൊളിക്കും, പിന്നെ ഒരു കട്ടൻ ചായ. അപ്പോൾ അതുണ്ടാക്കാമെന്ന് അരിച്ച് കയറിയതാണേ. അപ്പോൾ രാവിലത്തെ നമ്മുടെ പാചകം കഴിഞ്ഞിട്ടുള്ള പാത്രമൊക്കെ കിടക്കുന്നുണ്ടാവും. ഇനി ഇതെല്ലാം ഒന്ന് കഴുകി മാറ്റി വെച്ചിട്ട് വേണം കപ്പ പുഴുങ്ങാൻ. അപ്പോൾ വായോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. മീനുണ്ട് കേട്ടോ. മീൻ ഞാൻ രാവിലെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ മീൻ മെൽറ്റായി വന്ന് കറി വെച്ച് കഴിക്കാനുള്ള ക്ഷമ എനിക്കില്ല. അതുകൊണ്ട് മീൻ പിന്നെ കറി വയ്ക്കാം. ആദ്യം ഈ പാത്രം എല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ട് കപ്പ പുഴുങ്ങാനുള്ള പരിപാടി നോക്കാം. ഭയങ്കര മടിയാണ് കേട്ടോ. ഇപ്പം തണുപ്പ് തുടങ്ങിയ പിന്നെ എവിടെയെങ്കിലും പോയി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പണി ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ തണുപ്പായതുകൊണ്ട് ഒന്ന് വെള്ളത്തിൽ കൈ വെച്ച് ഒന്ന് പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മളെല്ലാ പണിയും അങ്ങ് ചെയ്യും. പക്ഷെ എവിടെയെങ്കിലും പോയി ഒരു പണി ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി കഴിഞ്ഞ് ചെയ്യാം എന്നും പറഞ്ഞ് മാറി ഇരുന്ന് കഴിഞ്ഞാൽ മടിയാണ്. പല്ലൊക്കെ തേക്കുമ്പം വായൊക്കെ അങ്ങോട്ട് കഴുകുമ്പോഴത്തേക്ക് വെള്ളം അങ്ങോട്ട് കഴുകുമ്പോൾ എൻ്റെ പൊന്നോ പല്ലൊക്കെ കൊഴിച്ച് പിടിക്കും. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് കേട്ടോ. പാത്രം എല്ലാം കഴുകിയെടുത്ത് ഇതിൻ്റെ മീൻ കണ്ടോ ഇരിക്കുന്നത്. മീൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. കപ്പ. ഇത് മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഇന്ന് മൊത്തം ഞാൻ കപ്പ കഴിക്കേണ്ടി വരും. അപ്പം ഇതൊന്ന് പൊളിച്ച് സെറ്റാക്കാം. ആദ്യം ഇത് കൊള്ളാവോന്ന് നോക്കട്ടെ. കുറച്ച് ദിവസം ആയതാ. കറുത്ത് പോയി കേട്ടോ. ഇവിടെ കറുത്ത് പോയി. ഒരിച്ചിരി കിട്ടുമായിരിക്കും, അത്രേ ഉള്ളൂ. കറുത്ത് പോയി. എൻ്റെ പ്രതീക്ഷകളെല്ലാം പോയി. എന്തൊക്കെയായിരുന്നു? കപ്പ, ചമ്മന്തി. അടിയിലോട്ട് ഒന്നിനും. കപ്പയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി കേട്ടോ. കപ്പ കൊള്ളത്തില്ല. കപ്പ ഒരു മാതിരി ഇരിക്കുന്നു കേട്ടോ. ഒരു 2-3 പീസ് കിട്ടി. 2-3 പീസെന്ന് പറയാൻ ശരിയാവത്തില്ല. എനിക്ക് കഴിക്കാനുള്ളതൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വേറൊരു പരിപാടി. ഇത് മൈദയാണ്. മൈദ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. മൊത്തം ഇടാം. മൊത്തം എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ. ഇതൊരു പഴയ പലഹാരമാണ്. പഴയ പലഹാരം എന്ന് പറയാം. പണ്ടൊക്കെ നമ്മുടെ എന്താ 90, 97 സമയത്തൊക്കെ, അതായത് എൻ്റെ കൊച്ചിലെയൊക്കെ കേട്ടോ,
അന്നൊക്കെ ഇതൊക്കെ ഉള്ളൂ നമുക്ക്. ഇപ്പോഴാ പലതരം എന്തെല്ലാം വെറൈറ്റി പലഹാരങ്ങളാണ്. അന്നൊക്കെ ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ വല്യമ്മച്ചിയൊക്കെ മിക്ക സമയങ്ങളും ഉണ്ടാക്കി തരുന്ന ഒരു സംഭവം. ഞാൻ അന്ന് ഗോതമ്പ് കുറുക്ക്, പിന്നെന്താ പറയുന്നത്, റവ കുറുക്കിയത്. റവയൊക്കെ ഇപ്പോഴും കുറുക്കി കഴിക്കുന്നവരൊക്കെ ഉണ്ട്, അതൊക്കെ കാണാം. അതൊക്കെയായിരുന്നു അന്നത്തെ രാവിലത്തെ കാപ്പിക്കും. പിന്നെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ 4 മണിക്കാണെങ്കിലും അതൊക്കെയായിരുന്നു അന്ന്. അപ്പം ഞാൻ ഓർത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് അതേ ഉള്ളൂ. അന്ന് ഒന്നും ഉണ്ടാക്കി കഴിക്കാമെന്ന്. പക്ഷേ എനിക്കിതൊക്കെ കഴിക്കണമെന്ന് തോന്നി ഞാൻ ഉണ്ടാക്കും കേട്ടോ. പക്ഷെ കുറേ നാളുകൾക്ക് ശേഷം ഈ മൈദയും ഗോതമ്പും കൂടെ ഞാൻ ഓർത്ത് കുറച്ചേ ഉള്ളൂ മൈദ മാവ്. അപ്പം ഞാൻ ഓർത്ത് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ഇടാമെന്ന് ഓർത്തേ. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ അരിപ്പൊടിയുടെ ഉണ്ട ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. ഉണ്ടാക്കി കഴിച്ചായിരുന്നു. എനിക്ക് കഴിക്കണമെന്ന് തോന്നി ഞാനുണ്ടാകും. പക്ഷേ ഞാൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ കഴിക്കാൻ. ഇവർക്കൊന്നും ഇതൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. എനിക്ക് ഒറ്റയ്ക്കായിട്ട് ഉണ്ടാക്കാറില്ല. കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ ഉണ്ടാക്കും. അപ്പം നമുക്കേ ഇത് രണ്ടും കൂടെ മിക്സായിട്ട് ഞാൻ എടുത്തു കേട്ടോ. ഗോതമ്പും മൈദാമാവും. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഉപ്പൊക്കെ ഇട്ട് കേട്ടോ. തേങ്ങ വേണേൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇഷ്ടമുള്ളവർക്ക് എങ്ങനെ വേണം. ഞാനൊരു കുറച്ച് തേങ്ങ ഇടുന്നുള്ളേ. ബാക്കി നമുക്ക് വേണം കുറച്ച് തേങ്ങ. പിന്നെ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അടപ്പയിൽ. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇതേ പരുവത്തിന് നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ വെള്ളത്തിലിങ്ങനെ തൊട്ട് ഇട്ട് കൊടുക്കാൻ ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിടാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ദൈവമേ, ഞാൻ എങ്ങനെയൊക്കെയാണോ എടുക്കുന്നത്. ഇതിങ്ങനെ വെള്ളം തൊട്ടിട്ട് കുറേശ്ശെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതിനകത്തോട്ടിങ്ങനെ ഇട്ട് കൊടുക്കാവേ. ഓരോന്നിങ്ങനെ ഷേപ്പൊന്നും നോക്കുകയൊന്നും വേണ്ട. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കഴിഞ്ഞ് കാണിക്കാം. ഇത്രയൊക്കെ ഇട്ട് കേട്ടോ. അത് അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് കുറച്ച് മാവ് ലാസ്റ്റ് ഉണ്ടായി ഇതിനകത്തെ. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാവേ. ബാക്കി ഞാൻ മാറ്റി വെച്ചിരുന്ന തേങ്ങയില്ലേ, അതും കൂടി ഇട്ട് കൊടുത്ത്, തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കാവേ. കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ നല്ലതാണ് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവേ. ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് കാണിക്കാൻ ഭയങ്കര പ്രയാസം. ഇതുപോലെ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ആ മാവും തേങ്ങയും പഞ്ചസാരയും ജീരകവും കൂടെ ഇട്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ ഈ വെള്ളത്തിലിട്ട സംഭവം ഉണ്ടല്ലോ, ഇതിനകത്തോട്ട് ഏകദേശം വെന്ത് കേട്ടോ. അതിനകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് വല്ല പേരും ഉണ്ടെങ്കിൽ നിങ്ങളത് പറയണം കേട്ടോ. എനിക്കിതിന് പേരൊന്നുമില്ല. ഞങ്ങളിത് കൊഴുക്കട്ടെ എന്നൊക്കെ പറയും, വെള്ളത്തിലെ കൊഴുക്കട്ടെ. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി ഈ നമ്മൾ ഒഴിച്ചു കൊടുത്തതൊക്കെ ഒന്ന് വെന്ത് ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്തെടുത്ത് കഴിക്കാം കേട്ടോ. ഈ ഒഴിച്ചു കൊടുത്ത മാവൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ, കൊഴുക്കട്ട കണ്ടോ. അപ്പം ഇതൊന്ന് പാത്രത്തിലോട്ട് എടുക്കാം. കൊഴുക്കട്ട. അപ്പോൾ ഇതിന് വല്ല പേരും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ടുള്ളവരൊക്കെ വന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ കഴിക്കാനായിട്ട് ഇവിടെ വന്നിരുന്നു കേട്ടോ. എൻ്റെ സ്ഥലമാണ് ഇത്. ഞാൻ എപ്പോഴും ഇവിടെ വന്ന് ജനലിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. തണുപ്പായ പിന്നെ ഈ സൈഡിലോട്ട് വരത്തില്ല, ഭയങ്കര തണുപ്പാണ്. അപ്പം ഞാനിതൊക്കെ കൊണ്ട് കഴിക്കാനായിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി കഴിച്ചിട്ടൊക്കെ വരട്ടെ. അങ്ങനെ രാവിലത്തെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് അടുക്കളയിൽ ചോറും കറിയൊക്കെ വെച്ച് കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മീൻ കറി വെച്ചു, പിന്നെ ആ കപ്പയുടെ കുറച്ച് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് പുഴുങ്ങി ചോറ് വെച്ചു, പിന്നെ പാലക്ക് തോരനുണ്ടായിരുന്നേ.
പിന്നെ ഞാൻ 2-3 കോവയ്ക്കയും കൂടെ ഉണ്ടായിരുന്നു, അതും മെഴുക്ക് പുരട്ടി വെച്ചു. പക്ഷേ അത് ഞാൻ കാണിച്ചില്ല. ഞാനിപ്പോൾ ചോറ് വിളമ്പുമ്പം കാണിക്കാവേ. അങ്ങനെ ചോറൊക്കെ വിളമ്പി കഴിക്കാനായിട്ട് ഇനി ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ.